ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അനലിറ്റിക്കൽ സേവനം ബന്ധപ്പെട്ടിരിക്കുന്നു ഡേറ്റ കടലത കോർപ്പറേഷന്റെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. നിങ്ങൾക്ക് കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും. റേഡിയോ ഏകച്ചമ്മ അന്മനെ ലെവ ഈ അവലോകനം 2025 ഏപ്രിൽ 14 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ഡേറ്റ കടലത സംഘടന റേഡിയോ ഡേറ്റ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ജാക്കരമ കടല് 39 കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഓർഡറുകൾക്കുള്ള പരിഹാരങ്ങൾക്കായി ഈ വീഡിയോയുടെ അവസാനം കാണുക. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്. 10 പോയിന്റിൽ 5.5. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 1.2 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം 1.9 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്കോറിനെതിരെ 5.5 പോയിന്റ് വേഗത കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. -20.3% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിനായുള്ള വില മാറ്റത്തിനെതിരെ 3.3%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം $35 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $241 ബില്യൺ ആണ്. ഡെലോവെയ്റ്റ് 14.563% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ വലിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $49.13 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $121 ബില്യൺ ആണ്. വെയ്തു 40.63% വിഹിതം. എക്സ്ചേഞ്ചും ബുക്ക് വാല്യൂവും കൈവശപ്പെടുത്തിയിരിക്കുന്ന ഷെയറുകളുടെ താരതമ്യം നടത്തിയ ശേഷം നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 14.563%. ബാലൻസ് ഷീറ്റ് മൂലധനം 40.63%. ഇത് വിനിമയ മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 179% കൂടുതലാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ $20.64 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ 42% പ്രതിനിധീകരിക്കുന്നു. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾക്കുള്ള സ്കോർ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും 12.8 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 19.6 ആണ്. ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ 35% കുറവാണ്. ഉപവിഭാഗത്തിന്റെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $2,745 മില്യൺ ആണ്. വരുന്ന 12 മാസത്തെ ഫോർവേഡ് വരുമാനം $3,241 മില്യൺ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നിലവിലെ കണക്കിനേക്കാൾ 18.1% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യം മുതൽ റവന്യൂ ബാലൻസ് 1.4 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.4 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 0% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ സൂചകങ്ങൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $25,860 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $30,530 മില്യൺ ആണ്.
നിലവിലുള്ളതിനേക്കാൾ 18% കൂടുതൽ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 10.6%. ഉപവിഭാഗത്തിൽ ശരാശരി 6.9%. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 3.7%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗം അനുസരിച്ച് ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 8.186%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 78% കുറവാണ്. ഇത് കമ്പനിയുടെ നിലവിലെ വിപണി വിലയുടെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ഒരുപക്ഷേ പുനർമൂല്യനിർണ്ണയത്തിലേക്ക്. ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം $974,000 ആണ്. ഉപവിഭാഗത്തിൽ $547,000 ഉണ്ട്. ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 78.1%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്നത് 0 പോയിന്റുകൾ. കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം $76,200 ആണ്. ഉപവിഭാഗം അനുസരിച്ച് ശരാശരി $27,900. കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 173%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു കമ്പനി ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം $718,000 ആണ്. ഉപവിഭാഗം പ്രകാരം $405,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 77%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അനുമാനം നല്ലത് 0.5 പോയിന്റ്. ഓഹരികൾ 3.5% കുറവാണ്. ഉപവിഭാഗ ശരാശരി 4.9%. ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ്. സൂചകം ഗിരെ 14 കമ്പനിക്ക് 47% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ ഈ നില 50%. സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ ഏകദേശം ഓഹരികൾക്ക് തുല്യമാണ്. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $29.32 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $30.25 ആണ്. യഥാർത്ഥ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 3%. നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ ടേബിൾ നോക്കാം. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. ഒരു റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനം ഉപയോഗിച്ച് ഒരു നിശ്ചിത സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിശകലനത്തെ അടിസ്ഥാനമാക്കി വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ഓഹരിക്ക് $29.33 എന്ന നിരക്കിൽ ഒരു വാങ്ങൽ കരാർ തുറക്കുക. കമ്പനിക്ക് താരതമ്യേന ഉയർന്ന മൂല്യം ഉള്ളതിനാലാണ് കരാർ തുറന്നത്. മൂല്യനിർണ്ണയ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് സംഘടനയെ വിലയിരുത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 31.16 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 27.5 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് മെയ് 14, 2025 ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു. അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ ഒരു ബാലൻസിംഗ് സെയിൽ ഓർഡർ ആണ്. ഈ ചാനലിൽ ബാലൻസിംഗ് ഇടപാടിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതിനകം തന്നെ പ്രസിദ്ധീകരിക്കപ്പെടും. ഏതെങ്കിലും ഓർഡറുകൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ നിലവിലെ തലത്തിൽ അടച്ചു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി.